നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാതൃഭൂമി ന്യൂസിൻ്റെ വിഷു ആശംസകൾ. വിഷുവിന് ഒരു സംഗീതമുണ്ട്, ഒരു കാഴ്ചയുടെ ഭംഗിയുണ്ട്. ഇന്നത്തെ ദിവസം മാതൃഭൂമി ന്യൂസിൻ്റെ കാഴ്ചയെ സുന്ദരമാക്കാൻ, കേൾവിയെ ഗംഭീരമാക്കാൻ മലയാള സംഗീത ലോകത്തെ രണ്ട് യുവ പ്രതിഭകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. സൂരജ് സന്തോഷും ഒപ്പം സിത്താരെ. സ്വാഗതം രണ്ടുപേർക്കും. ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നമ്മൾ ഈ കല്യാണം കഴിഞ്ഞൊക്കെ ആദ്യത്തെ വിഷു എന്നൊക്കെ പറയണ മാതിരി സൂരജിനെ സംബന്ധിച്ച് രണ്ട് പ്രത്യേകതയുണ്ട് ഈ വിഷുവിന്. സിത്താരയിലേക്ക് വരാം. ആദ്യം സൂരജാണ്. ഒന്ന്, സംസ്ഥാന അവാർഡ്, മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ശേഷമുള്ള ആദ്യത്തെ വിഷു, കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ വിഷു. അപ്പോൾ ഏറ്റവും പ്രത്യേകതയാർന്ന വിഷു ഇതായിരിക്കും. ആവട്ടെ. സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഇങ്ങനെ യാദൃശ്ചികമായിട്ടാണ് അത് ഇങ്ങനെ ഒത്തുചേർന്ന എല്ലാം കൂടി. വിഷു എല്ലാവർക്കും നല്ലതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിത്താരയെ സംബന്ധിച്ചും വളരെ പ്രത്യേകതയുണ്ട്. കാരണം ഒരു ഗായിക എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും സിത്താരയെ നേരത്തെ തന്നെ അറിയാം. പക്ഷേ ഒരു എഴുത്തുകാരി, സംഗീതം സംവിധായിക എന്നൊക്കെ പറഞ്ഞ് ഒരു സ്വന്തം സിഗ്നേച്ചർ ഇട്ട് തുടങ്ങിയ ഒരു വർഷമാണ് അല്ലേ? നമുക്ക് നമ്മുടെ പല നാളായിട്ടുള്ള ആഗ്രഹങ്ങളിലൊന്ന് സാധിച്ചു തുടങ്ങുന്ന ഒരു തുടക്കമാണ്. അപ്പം ആ അർത്ഥത്തിൽ വളരെ സ്പെഷ്യലാണ് ഈ വർഷം. വിഷുവിനെ പറ്റി പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ഫ്രെയിം എന്തായിരിക്കും? വീടാണ്. അച്ഛമ്മയുടെ കൂടെയാണ് ഞാൻ ആ സമയത്തൊക്കെ, ഈ ആഘോഷ സമയത്തൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങാറൊക്കെ. അപ്പം അച്ഛമ്മയാണ് ഈ കണി ഒരുക്കുന്ന പരിപാടികളൊക്കെ. ആഘോഷങ്ങളുടെ അത് ഏത് രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കാട്ടിലും ഒരുമിച്ച് കൂടുക, സന്തോഷമായിരിക്കുക, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ സന്തോഷമായിരിക്കുക എന്നുള്ള കുറേ ഇതുകളുണ്ട്. അപ്പം എന്ത് കാരണങ്ങളെയും സന്തോഷങ്ങളെ നമ്മൾ ആഘോഷമാക്കി മാറ്റും. സൂരജിന് വന്ന ഇനി ഇതുവരെ തെക്കൻ കേരളത്തിൽ പൊതുവെ അങ്ങനെ വിഷു അത്ര വലിയൊരു ഗംഭീര ആഘോഷമല്ലല്ലോ. പക്ഷെ ഇനി മുതൽ അതൊക്കെ അറിയേണ്ടി വരും അല്ലേ? തീർച്ചയായും. ഈ വിഷു തെക്കൻ കേരളത്തിൽ വലിയ ആഘോഷമല്ലെങ്കിലും ആഘോഷമാണ്. വീട്ടിൽ കണി വയ്ക്കാറുണ്ട്. അങ്ങനെ വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ. പടക്കം പൊട്ടിച്ചില്ല. പടക്കം തെക്കൻ കേരളത്തിൽ പടക്കം പൊട്ടിക്കുന്നത് ദീപാവലിക്കാണ്. വടക്കൻ കേരളത്തിൽ ദീപാവലി അത്ര ഇല്ലാന്ന് തോന്നുന്നില്ലേ? എന്നെ വെറും ഒരു പ്രാദേശികവാദിയാക്കി മാറ്റരുത്. തൃശ്ശൂരിൽ. അപ്പം ഇപ്രാവശ്യം ശരിക്കും അതിൻ്റെ വിഷു വടക്കൻ കേരളത്തിൽ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നേരിട്ട് കാണാൻ പോവുകയാണ് ഈ വർഷം. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഇപ്രാവശ്യത്തെ വിഷുവിനുണ്ട്. ഇത്രയൊക്കെ വർത്താനമൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആരാണ് ആദ്യം പാട്ട് പാടുക? വളരെ ക്ലീഷേ ആയിട്ടുള്ള ഒരു ആൻസർ, ലേഡീസ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ എന്തായാലും വിഷു ഒക്കെ അല്ലേ, ഒരു വിഷു പാട്ട് തുടങ്ങിയിട്ട് പാടാം. ഒരു പിടി കണിക്കൊന്ന വിടർത്തുന്നു വീണ്ടും മനസ്സിൻ്റെ വഴിവക്കിൽ മേടം നിറനാഴി നിറയെ നിലാവളക്കുന്നു നിർമ്മല വിഷു സംക്രമം ഈ നിരവധ്യ വിഷു സംക്രമം. ഒരു പിടി കണിക്കൊന്ന വിടർത്തുന്നു വീണ്ടും മനസ്സിൻ്റെ വഴിവക്കിൽ മേടം നിറനാഴി നിറയെ നിലാവളക്കുന്നു നിർമ്മല വിഷു സംക്രമം ഈ നിരവധ്യ വിഷു സംക്രമം. കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ മസാല കോഫിയാണ് ഹരം അല്ലേ? എങ്ങനെയാണ് ഈ മസാല കോഫി എക്സ്പീരിയൻസ്? എങ്ങനെയാണ് ഈ മസാല കോഫിയിലെ മ്യൂസിഷ്യൻസ് എല്ലാം തന്നെ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അവിടെ ഒരു ഈഗോ ക്ലാഷിനോ വേറൊരു തർക്കത്തിനോ അവിടെ ഇതില്ല. മ്യൂസിക്കലി ഉണ്ടാകുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അല്ലാണ്ട് വേറൊരു വ്യക്തിവിരോധം അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മുടെ ഈ ഒരു ഗ്യാങ്ങിനുള്ളിലില്ല. അതായിരിക്കണം ആ മസാല കോഫിയുടെ എനർജി. ആ എനർജി ആയിരിക്കണം ഞങ്ങൾ സ്റ്റേജിൽ വായിക്കുമ്പോൾ, ആ എനർജി ആയിരിക്കണം ഓഡിയൻസിലേക്ക് പാസ്സാവുന്നത്. അതുകൊണ്ടാവണം ഓഡിയൻസ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതിൽ പറയാൻ ഒരു മാജിക്കും ഒന്നും മസാല കോഫിക്കില്ല. സിത്താരയും അതെ. ഇപ്പോൾ ഏറ്റവും പുതിയത് എൻ്റെ ആകാശം കഴിഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ വലിയൊരു സ്വപ്നമായിരുന്നു. അതിൻ്റെ തുടക്കം, വലിയ കുറേ സ്വപ്നങ്ങളുണ്ട്. അതിൻ്റെ ആദ്യത്തെ സ്വപ്നത്തിൻ്റെ തുടക്കം, അതിന് കിട്ടിയൊരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാസ്തവമാണ്, സിനിമ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മീഡിയങ്ങളിലൊന്നാണ്. അപ്പം അതിൻ്റെ സിനിമാ സംഗീതത്തിനും എന്താ പറയുക, ഈ ഒരു ടെറൈനിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്.
പക്ഷെ അതിന് പുറമെ അതിനൊരുപാട് കൺസ്ട്രെയിൻസിൽ നിന്നിട്ടാണ് അതിൻ്റെ പാട്ടുകൾ ഉണ്ടാവുന്നതും സിനിമയെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്നതാണ് അതിൻ്റെ സംഗീതം എന്ന് പറയുന്നത്. പക്ഷേ നമുക്കൊക്കെ അല്ലാത്ത ചെറിയ ചെറിയ തോട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള സ്പേസിൽ മ്യൂസിക് നിൽക്കുന്നത് അത്തരം ചെറിയ ചെറിയ ആലോചനകളുടെ പുറത്ത്. അവിടെ ഒരു വലിയ കഥയോ ഒന്നും വേണ്ട, ഒരു പീസ് ഓഫ് വർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ചെറിയ ആലോചനയാണ് എൻ്റെ ആകാശം എന്ന് പറയുന്നത്. ഞാനൊരു ഒരു സുഹൃത്തിന് എഴുതിയ ഒരു ചെറിയ കുറിപ്പാണ്. അത് അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള തെറ്റുകളെ ഒന്നും തിരുത്താണ്ട് അത് അതുപോലെ അവതരിപ്പിക്കുക എന്നുള്ളൊരു ചെറിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നത്. അതിലൊരുപാട് സിൻസിയറിറ്റി ഉണ്ടാവും. അതെ, തീർച്ചയായും. കാരണം അതിൽ എനിക്കറിയാം അതിൽ ആളുകളെ കാണിച്ച് തിരുത്തേണ്ടതുണ്ട്, മ്യൂസിക്കലിയുള്ള തെറ്റുകൾ മാറ്റേണ്ടത്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. എൻ്റെ കൂട്ടുകാരിക്കുള്ളത് ചുറ്റുമുള്ള ഒരുപാട് കൂട്ടുകാരികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നി. അങ്ങനെ അത് അവതരിപ്പിച്ച് നോക്കി. അപ്പം ഭൂരിപക്ഷവും സ്ത്രീകളാണ് അതിനോട് വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തെന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം തരുന്നുണ്ട്. സൂരജിൻ്റെ ഈ മസാല കോഫിയുടെ ഒരു വീഡിയോ ആണ് പുറത്തിറങ്ങിയത്. ഇനി പുതിയ ആൽബം, പുതിയ പരീക്ഷണങ്ങൾ. കാരണം എന്താ വെച്ചാൽ നിങ്ങളിൽ നിന്നൊക്കെ എപ്പോഴും സ്ഥിരമായി കണ്ടുവരുന്ന സാധനങ്ങൾ അല്ലാത്തത് കാണാൻ ഇനി നിങ്ങളിലേക്കൊക്കെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷയോടെ നോക്കുന്നത്. തീർച്ചയായും. അതിനിടയിൽ ഒരു മ്യൂസിക് വീഡിയോ കൂടി റിലീസ് ചെയ്തിരുന്നു, കരി എന്ന് പറഞ്ഞിട്ട്. അതെ അതെ അതെ, തീർച്ചയായും ഞാൻ വിട്ടുപോയതാണ്. ഇനിയൊരു ഞങ്ങളൊരു പുതിയ സിംഗിൾ വരുന്നുണ്ട്. സിംഗിളിൻ്റെ പേര് അരിവാൾ എന്നാണ്. അരിവാൾ. അപ്പോൾ ആ പാട്ടിൻ്റെ പണിപ്പുര പറഞ്ഞപ്പോൾ തന്നെ കയ്യിലൊരു ആവേശം. അരിവാൾ എന്ന് പറയും, അത് ഒരുപാട് ഇമോഷൻസ്. ഒരു അരിവാളിൻ്റെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ അരിവാളിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന്. ഒരുപാട് പറയാനുണ്ട് അരിവാളിൻ്റെ കഥ. അപ്പം അങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. അത് ഉടനെ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ആൽബം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഹോപ്പ്ഫുള്ളി ഈ വർഷം തന്നെ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും മടിയന്മാരായതുകൊണ്ട് ഒരുപാട് സമയമെടുത്താണ് ചെയ്യുന്നത്. പ്രകൃതി, സംഗീതം എല്ലാം ചേർന്ന് നിൽക്കുന്ന കുറേ നല്ല പാട്ടുകളാണ് നിങ്ങൾ ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക്, ആസ്വാദകരിലേക്ക് ഇട്ടുകൊടുത്തത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ കാര്യം മനസ്സിലാക്കി പെട്ടെന്ന് ഏറ്റെടുക്കുക. ആലായാൽ തറ വേണം, അത് കേൾക്കണ്ടേ നമുക്ക് എന്തായാലും. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, അലിന്നു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, അലിന്നു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചന്ദാമര വേണം, കുളിച്ചു ചന്ദനം പൂകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, അലിന്നു ചേർന്നൊരു കുളവും വേണം.